അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. Yes. ഫസ്റ്റ് തന്നെ ഗോൾഡൻ മെലഡി റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, പാടാൻ വരുന്നു രാഹുൽ. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം ആലോലം ആശാലോലം ആരാരോ പാടും ഗാനം കുഞ്ഞി കണ്ണു ചിമ്മി ചിമ്മി ഏതോ പൈതൽ മുന്നിൽ വന്ന പോലെ ഏതു ജീവൽ ഗാനം വാഴ്വിൻ്റെ കോവിലിൽ സോപാന ഗാനമായി പാടുന്ന നാഗിനി കോലി പ്രവാഹിനി ജീവന്റെ സംഗീതം ഓ താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര താലോലം തൈ തൈ താളം താളത്തിൽ ചൊല്ലി ചൊല്ലി കുഞ്ഞിക്കാലു പിച്ച പിച്ച വയ്ക്കും കാലം തുമ്പപ്പൂവിലോണ തുമ്പി തുള്ളാൻ വന്നു വേനൽക്കിനാവു പോ പൂവിട്ടു കൊന്നകൾ ഈ ജീവശാഖിയിൽ മാഗന്ധശാഖിയിൽ പാടി കുയിൽ വീണ്ടും ഓ താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം താളമയഞ്ഞു
ഗാനമപൂർണം തരളലയം താഴും രാഗധാര. നൈസ്. രാഹുൽ, ഇത് ആരുടെ പാട്ടാ? ശരത് സാറിന്റെ പാട്ടാണ്. എന്തായിരുന്നു ഈ ഒരു പാട്ട് തന്നെ ചൂസ് ചെയ്യാൻ? ഇല്ല, അത് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പിന്നെ ഞാനങ്ങനെ വേറെ നല്ല പാട്ടൊക്കെ നോക്കി കിട്ടിയില്ല. അല്ല, ഞാൻ അങ്ങനെ ഈ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ പഠിച്ച് ശീലമില്ല. അപ്പോൾ എല്ലാം പാടാം എന്നുള്ളൊരു ഇതുണ്ടല്ലോ പൊതുവെ. അങ്ങനെ എടുത്താണ്. പക്ഷെ പിന്നെ ഇതിങ്ങനെ പഠിച്ച് വന്നപ്പോഴാണ് കുറച്ച് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സാറിന്റെ മുമ്പിലും പാടുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷനല്ല, കമ്പോസർ തന്നെ അല്ല. അത് അങ്ങനെയൊന്നും മുൻപ് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ വന്ന് നിന്നിട്ട് സാറിനെ ഇങ്ങനെ മുമ്പ് കാണുമ്പോ ചെറുതായിട്ട് ചെറിയൊരു ഓക്കെ ചോദിക്കും. പക്ഷെ ടെൻഷൻ ഒന്നും അങ്ങനെ മുഖത്ത് കണ്ടില്ല. ചോദിക്കാം നമുക്ക്. ശരത് സർ. രാഹുലെ സാറേ, താങ്ക് യു. ആദ്യം എൻ്റെ പാട്ട് പാടിയതിൽ കുറേ സന്തോഷം, കുറേ ഓർമ്മകൾ ഞാനിങ്ങനെ രാഹുൽ പാടുമ്പോൾ ഇതിന് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം, എന്നെ വിട്ടേക്ക്. പവിത്രം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ശരത് സാറ് തന്നെ കമ്പോസ് ചെയ്ത പാട്ടാണ്. ദാസാറും സുജാത മാമും പാടിയിരിക്കുന്ന പാട്ടാണ്. ONV കുറുപ്പ് സാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാലും സന്തോഷം രാഹുലെ, ചെറുത്തുകൊണ്ടൊന്ന് പാടിയതിൽ. നമ്മ താളം മയഞ്ഞു, ഒന്നുകൂടെ പാടാമോ? താളമയഞ്ഞു ഗാനമപൂർണം ഗാനമപൂർണം പൂർണം ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും മന്ദം മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം. ഗുഡ്. ആ മാനമൊക്കെ ആയിരുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ മനോഹരമായിട്ട് തന്നെ പാടി രാഹുൽ. താങ്ക് യു. എന്താ ഒരു തവണ കൂടെ നന്ദി എൻ്റെ പാട്ട് പാടി. വന്നോട്ടെ. എന്തിന് അവിടെ കാണാൻ പറ്റരുത്, അടിച്ച് കൊല്ലും. ഇല്ല, അവിടെ നിൽക്കാൻ വരാം. ആലോലം ആശാലോലം ആരാരോ പാടും ഗാനം കുഞ്ഞി കണ്ണു ചിമ്മി. എന്തായാലും വന്നല്ലേ ആ അനുപല്ലവി, നമുക്ക് സാറ് ഒന്ന് പാടിത്തരുമോ? പ്ലീസ് 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 പ്ലീസ്. ഷാനിക്ക പറയ് പ്ലീസ്. ഷാനിക്ക എന്നോട് ഇങ്ങനെ കാണിച്ചു. ഷാനിക്ക വേണ്ട, ഇവിടെ നിന്ന് പാടിയാ മതി. ഇവിടെ നിന്ന് പാടിയാ മതി. ആ ഷർട്ട് കീറും ഇപ്പൊ. ഇവിടെ നിന്ന് പാടിയാ മതി പ്ലീസ്. സാർ പാടൂ സാർ. അതില്ലേ അനുപല്ലവി, ഞാൻ റിക്വസ്റ്റ് ചെയ്തത് എന്താന്നറിയോ? നമ്മുടെ സതീഷാണ്, നമ്മുടെ പ്രൊഡ്യൂസറാണ് എന്നോടൊന്ന് പറഞ്ഞത് ശരത് സാറിനെ കൊണ്ട് ആ അനുപല്ലവി ഒന്നുകൂടെ പാടിക്കോ പാറൂന്ന്. സതീഷിന് വേണ്ടി അനുപല്ലവി. ആലോലം ആശാലോലം ആരാരോ പാടും ഗാനം കുഞ്ഞി കണ്ണു ചിമ്മി ചിമ്മി ഏതോ പൈതൽ മുന്നിൽ വന്ന പോലെ ജീവൽ ഗാനം വാഴ്വിൻ്റെ കോവിലിൽ സോപാനഗാനമായി ആടുന്ന നാഗിനി പോലി പ്രവാഹിനി ജീവന്റെ സംഗീതം. ഓ താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര.
താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു. ശരത് സർ, താങ്ക് യു Yes. സോ മച്ച് വൺസ് അഗെയിൻ. അയ്യോ സന്തോഷടാ, സന്തോഷം. അത് അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റി. രാഹുൽ, നീ ഇപ്പോഴും തിരിച്ചു വരൂ. കുറച്ച് സമയം എടുക്കും. എന്താ ഇപ്പൊ തോന്നുന്നു നിനക്ക്? അല്ല, മുന്നത്തെ സ്റ്റേജിലൊന്നും കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ടെൻഷൻ കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെളി വന്നതാ. സാറിനെ കെട്ടിപ്പിടിച്ചപ്പോ അവൻ അതെല്ലാം കൂടെ അങ്ങ് പുറത്തേക്ക് കരഞ്ഞങ്ങ് തീർത്തു. അതെ. സാറിനെ കെട്ടിപ്പിടിക്കാൻ നല്ല സുഖമുണ്ടെന്ന്. വലിയൊരു ബൊമ്മനെ കെട്ടിപ്പിടിക്കുന്ന അതല്ല, ഒരു ടെഡി ബെയറിനെ കെട്ടിപ്പിടിച്ച ഫീലായിരിക്കും അവന്. രാഹുൽ, എന്തായാലും കുറെ സന്തോഷം രാഹുൽ. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ മറക്കത്തില്ല ഈ ഒരു ദിവസം. ചേച്ചി. മതി രാഹുൽ, ചേച്ചി. എന്താ പറയാ, ഈ ഒരു മൊമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും രാഹുൽ ഈ ഒരു പാട്ട് കൊണ്ടുവന്നോണ്ടാണ്. അതെ അപ്പം നമ്മളെല്ലാരും അങ്ങോട്ട് നമുക്കൊരു താങ്ക് യു പറയാം അല്ലേ? അതെ. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ ആണ്, അത് മനോഹരമായിട്ട് പാടി. ഇതില് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങള്, രാഹുൽ ആ പാടുന്ന ഫിനിഷിങ്സിൽ കുറച്ചുകൂടി ഒരു ഫൈൻനെസ് വരാം. സംഗതികളായാലും അത് പാട്ട് ലൈൻ ഫിനിഷ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആവാം. അതിങ്ങനെ ഇപ്പൊ സാറ് പാടിച്ച സമയത്തും ആ വെപ്രാളം ഉള്ളില് ഉണ്ട്, അതുകൊണ്ടാണ് അത് ആ സംഗതികളൊക്കെ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത്. അത്രയും സ്പീഡില്ല. അപ്പൊ ഒന്നുകൂടി ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ സിംപ്ലറാണ് ആ സംഗതികൾ പാടുന്നതും സാധനങ്ങളൊക്കെ. അപ്പൊ ഒന്നും കൂടെ അതൊന്ന് ഇരുത്തി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഇപ്പൊ പാടിയത് വളരെ നന്നായിരുന്നു. രാഹുൽ ഓൾറെഡി ഒരു മെലഡി പാടാനായിട്ടുള്ള ഒരു വോയിസ് ആണ് ദൈവം അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അത് മനോഹരമായി ഈ പാട്ടിൽ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് ഈ കുറച്ചുകൂടി ഒരു ഫൈൻനെസ് ആവാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ചില ഘനശ്യാമായ മാനം പല്ലവിയുടെ ഒക്കെ ഫിനിഷിങ് അവിടെയൊക്കെ സംഗതികളുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റിയോട് കൂടി പാടിയിരുന്നെങ്കിൽ, ഇത് പാടുന്നുണ്ട് പക്ഷെ അതിലൊരു വെപ്രാളം കൂടെ, ഒരു എക്സ്ട്രാ സാധനം കയറി വരുന്നുണ്ട്. അപ്പൊ ആ വെപ്രാളം വരുമ്പോൾ ഇല്ലാത്ത സംഗതികൾ കൂടെ അതിൽ വരും. അപ്പൊ നമ്മളൊരു പതറി നിൽക്കും അവിടെ, ഇങ്ങനെ അത് സ്റ്റഡി ആയിരിക്കില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ഞാൻ കുറച്ച് പോയിന്റ്സ് ആണ് നോട്ട് ചെയ്തിരിക്കുന്നത്. തുമ്പപ്പൂവിൽ ഓണത്തുമ്പി, അവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് സ്റ്റഡി ആക്കാവുന്നതേ ഉള്ളൂ, ടെൻഷൻ വേണ്ട. അത് ഉള്ളിൽ എന്തോ ഒരു ചെറിയൊരു അംശം ടെൻഷൻ ഉണ്ടെന്നുള്ളത് ആ പാട്ടിൽ ഫീൽ ചെയ്യാം. അത് ഉണ്ടോ ശരിക്കും? അതോ അല്ല, അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞു. അല്ല, ആ പാട്ട് നന്നായി പാടണം എന്നുള്ള ടെൻഷൻ. സാറിന്റെ മുമ്പിലല്ലേ പാടുന്നത്, അപ്പോ നന്നാവണം. പൊതുവെ ഏത് പാട്ട് എടുക്കുമ്പോഴും നമുക്ക് ആ പാട്ട് നന്നായിട്ട് പാടണം, അയ്യോ അത് നന്നാവണേ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവുള്ളില്. അത് വേണ്ട. അതുകൊണ്ടാണ് അത് ആ വെപ്രാളം വരുന്നത്. സോ ആ ടെൻഷനൊക്കെ മറന്ന് ഗംഭീരമായിട്ട് പാടുക. ഈ കിട്ടുന്ന മൊമെന്റ് നിങ്ങളുടെ ലൈഫ് മാറ്റി മറിക്കുന്ന മൊമെന്റ് ആണ്. സോ ഡു വെൽ, ഡു യുവർ ബെസ്റ്റ്. ഓക്കെ, ഇന്നത്തെ നന്നായിരുന്നു പെർഫോമൻസ്. പക്ഷെ രാഹുൽ ഇനിയും നന്നാക്കാം. ഓൾറൈറ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക, സോങ് സെലക്ഷനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഏത് പാട്ട് ഇതേതാ പടേതാ? പവിത്രം. രാവിലെ നന്നായിട്ട് പാടി. രാവിലെ താങ്ക് യു സാർ. ഒന്ന് ഈ സോങ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിന് തന്നെ താങ്ക് യു. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ മനുഷ്യന്റെ മുമ്പിൽ ഈ മനുഷ്യന്റെ പാട്ട് പാടുന്ന പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലെസ്സിങ്. അതൊരു ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ് രാഹുൽ. അത് പിന്നെ ഇപ്പം പറഞ്ഞ പോലെ മഞ്ജരി പറഞ്ഞ പോലെ നിങ്ങളിപ്പോ ക്രിയേറ്റ് ചെയ്ത ഒരു മൊമെന്റ്, പിന്നെ ഈ മനുഷ്യന്റെ വായിൽ തന്നെ ആ പാട്ട് കേൾക്കുക, അതൊക്കെ ഐ എം കൺസിഡറിങ് മൈസെൽഫ് വെരി ബ്ലെസ്ഡ്. ഞാനും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ആ ഒരു പാട്ട് അവിടെ നിന്ന് ഇദ്ദേഹം തന്നെ പാടുന്നത് കേൾക്കുമ്പോൾ. അപ്പൊ ഞാൻ ഓർക്കുന്നത് ശരത്തേട്ടൻ എങ്ങനെ ദാസറിന് ഇത് പാടിക്കൊടുക്കുന്നു, ആ ഒരു റെക്കോർഡിങ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ആയിരുന്നു ഞാൻ ആലോചിച്ചത്. കാരണം നമ്മൾ ആ പ്രോസസ്സിലൂടെ പോയത് കൊണ്ട് ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓർത്തു എങ്ങനെ ആയിരിക്കും എന്നുണ്ട്. ഏതായിരുന്നു സ്റ്റുഡിയോ? ഏതായിരുന്നു? മീഡിയ ആർട്ടിസ്റ്റ് കോതണ്ടവാണി. ഞാനിങ്ങനെ അതൊക്കെയാണ് ഇങ്ങനെ ഓർത്തു. അതുപോലെ ONV കുറുപ്പ് സാറിൻ്റെ കൂടെയുള്ള സിറ്റിംഗ് എങ്ങനെയായിരിക്കും. കാരണം നമ്മൾ പോകുന്ന പ്രോസസ്സാണല്ലോ, അല്ലെങ്കിൽ ലിറിസിസ്റ്റിൻ്റെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ സിംഗറിൻ്റെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും ആ സമയത്ത് എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആ ഒരു
ആ ഒരു എക്സ്പീരിയൻസ് എനിക്കും തന്നതിന് രാഹുലെ താങ്ക് യു സോ മച്ച്. നന്നായിട്ട് തന്നെ പാടി, നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. എന്തായാലും കഴിഞ്ഞതിനേക്കാളും അതെ ഡെഫിനറ്റ്ലി ഫാർ ബെറ്റർ ആയിരുന്നു. ഞാൻ എനിക്കൊന്ന് സമാധാനം. അതാണ് അതിന്റെ സന്തോഷമായിരുന്നു അവന്. ഡെഫിനറ്റ്ലി ഫാർ ബെറ്റർ കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി വെരി ബെസ്റ്റ് മാൻ. താങ്ക് യു ഷനിക. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ഒന്നും വേണ്ട അല്ലേ? മാർക്സ് വേണം. ബെറ്റർ ആവും നോക്കാം. ആ, നേരത്തെ മാർക്ക് അറിഞ്ഞിട്ടല്ലേ. ആ. ഓക്കെ, ശരത് സർ. രാഹുലേ സർ 8.6. താങ്ക് യു ശരത് സർ. ചേച്ചി. രാഹുൽ ചേച്ചി 8.6. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷനിക. ഓക്കെ, സോ ടോട്ടൽ 17.2. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ ശരി. ഓക്കെ, ശരി, ബൈ. അടുത്തത് ഒരു ഫാസ്റ്റ് ബീറ്റ് റൗണ്ടിലേക്ക് പോവാം. ആവാം അല്ലേ? തീർച്ചയായും. Yes. ട്രാക്കിലേക്ക് തിരിച്ചു വരണം. അതെ, നമ്മളിപ്പോ ഒരു ഭയങ്കര കൂറപ്പാട്ട് കേട്ടില്ല. ഇനിയിപ്പോ അതിന്റെ ഒരു ഇനിയൊരു നല്ല പാട്ടാണ്. ഇനിയിപ്പോ അതിന്റെ ഒരു ഹാങ് ഓവർ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഫാസ്റ്റ് ഫാസ്റ്റ് സോങ് നമുക്ക് ബീറ്റ് ആവാം എന്ന് ഓക്കെ. തോന്നുന്നു എനിക്ക്. ഓക്കെ സർ, വെൽക്കം ശിവാനി.
ചേച്ചി. തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പാടി. ഏ? ഞാൻ കുറച്ച് എൻജോയ് ചെയ്തിട്ടാ പാടിയത്. ആണോ? കമ്പാരിറ്റീവ്ലി പണ്ടത്തെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അതിന് ശിവാനിക്ക് ടെൻഷൻ ഉള്ളതായിട്ടൊന്നും എനിക്ക് ടെൻഷൻ ഉണ്ട്, ഞാനും മനുഷ്യനല്ലേ. പക്ഷെ ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല ശിവാനിക്ക് ടെൻഷൻ എനിക്ക് സൗണ്ട് ഇല്ലായിരുന്നു. കാറ്റ് വന്നോണ്ടിരുന്ന. പിന്നെ ഇപ്പൊ കേരളത്തിന് മുന്നേ അർച്ചന ചേച്ചി കുറച്ച് തേനിട്ട് ചൂടുവെള്ളം തന്നു. അപ്പോഴാണ് കുറച്ച് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എവിടെ ക്യാപ്റ്റൻ? ക്യാപ്റ്റനാണ് കാറ്റ് മാറ്റി സൗണ്ട് പുറത്തേക്ക് എടുത്തു. എന്നെക്കാട്ടിലും ടെൻഷൻ ചേച്ചിക്കായിരുന്നു. അത് കുഴപ്പമില്ല, ശരിയാവും ശരിയാവും. സൂപ്പർ അർച്ചന, സൂപ്പർ. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം? കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ഷണിക്കാം. എന്താ അത് ആ ഒരു ചിരി? ഒന്നുമില്ല. അല്ല, എനിക്ക് അത് ക്യാപ്റ്റന്റെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അത് വലിയൊരു കൈയടി കൊടുക്കാം. കാരണം നമ്മൾ ഒരുപാട് റിയാലിറ്റി ഷോസ് ഒക്കെ കണ്ടിട്ട്, പക്ഷെ ഇങ്ങനെ ഞാനും ഇരുന്നിട്ടുണ്ട് ഒരെണ്ണത്തിൽ. അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബോണ്ടിങ് ഉള്ളതും സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹെൽപ്പാണ്. അത് ഹാറ്റ്സ് ഓഫ് മോളെ. നിങ്ങളെല്ലാരും എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. ശിവാനി ഡിക്ഷൻ എന്തെങ്കിലും പറ്റിയ ഷാനിക്ക ബാക്കി പാടിയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഡാൻസും സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു ശിവാനി. തൂ ഹി ഛാ ഗയ എന്ന് പറഞ്ഞ വരി ഞാൻ കേട്ടോണ്ടിരുന്നത് തൂ ഈച്ചാ ഗയ എന്നാണ്. ഇവളെന്താ ഈ പാടണേ? തൂ ഈച്ചാ ഗയ എന്നാണ് ഞാൻ കേട്ടത്. തൂ ഈച്ചാ ഗയ അതെന്തോന്നത്? എന്ത് വരികയത്? എനിക്ക് മനസ്സിലായി. തൂ ഹി ഛാ ഗയ ഉദ്ദേശിച്ചത് അതായിരുന്നു. പുറത്തൊന്നും അതല്ല, പേടിക്കണ്ട. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ പോലെ. ഇത് ഹിമ്മത്ത് വാലയിലെ പാട്ട് വേറൊരാളും കൂടി എടുത്ത് വന്ന് പാടിയായിരുന്നല്ലോ അല്ലേ? മ്യൂസിക് ചെയ്തേക്കണത് സാജിദ് വാജിദ് സർ. ലിറിക്സ് എഴുതിയേക്കുന്നത് ലിറിക്സ് എഴുതിയേക്കണത് ഇൻഡിവർ സർ. പിന്നെ പാടിയേക്കുന്നത് അമിത് കുമാർ സാറും ശ്രേയാജിയും. ഓക്കെ, ഇതും റീക്രിയേറ്റഡ് ആണോ? അതെ. അപ്പൊ എനിക്ക് ഡിക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി ആ ഫാസ്റ്റ് റൗണ്ടിന് വേണ്ട സംഭവങ്ങളൊക്കെ ശിവാനി കൊടുത്തിട്ടുണ്ടായാലും നല്ല രസമുണ്ടായിരുന്നു. ആ ഡാൻസ് മൂവ്സും കാര്യങ്ങളൊക്കെ. കോറസ് നിങ്ങൾ 4 പേരും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തുജേ പാകയ, അതും എന്താണ് അവള് പാടുന്നത് എന്നുള്ളത് നോക്കേണ്ടി വന്നു. ബാക്കി പിച്ചിങ് വൈസ് ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അവളെ. പക്ഷേ അവൾ സ്വന്തമായിട്ട് ലിറിക് എഴുതി എന്നുള്ളത്. ഇല്ല, ഞങ്ങളവിടെ ആ ഒരു വൈബിലങ്ങ് നമ്മളറിഞ്ഞോ സുൻസറ സുൻസറ അല്ലല്ല, അതൊക്കെ ഓക്കെ, അതൊക്കെ നീ പാടി. അത് കഴിഞ്ഞിട്ട് കൊറേ നാനാനാന ഉണ്ടായിരുന്നു. അതേ പറഞ്ഞില്ല ലിറിക്സ്. ഞാൻ അവിടെ സ്റ്റക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഫ്ലോയിലങ്ങ് പോയതാണ്. അല്ല, നന്നായി. അത് ഈ പാട്ട് ഫെമിലിയർ അല്ലാത്ത ആൾക്ക് അതൊരു ആഡ്ലിബായിട്ടേ തോന്നുള്ളൂ. പാട്ട് അറിയാവുന്ന ആൾക്ക് അല്ലെങ്കിൽ മുമ്പിൽ ലിറിക്ക് വെച്ചിരിക്കുന്ന ആൾക്ക് ഇത് എവിടെ പോയി നമുക്ക് ഇങ്ങനെ തോന്നും. ഞങ്ങളൊന്നും അറിഞ്ഞതേ ഇല്ല. പക്ഷെ അവള് ഭയങ്കര സ്മാർട്ടായിട്ട് അത് മാനേജ് ചെയ്തു എന്നുള്ളത്. പാട്ടിന് എക്സ്പ്രഷനിലോ മൂവ്സിലോ എവിടെയും. അതായത് നമ്മൾ വിചാരിക്കും ഓക്കെ നാനാന ആ പാട്ടിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലാണ് ശിവാനി അത് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. അത് ശിവാനി അത് ഹാറ്റ്സ് ഓഫ് ആണ്. അത് വലിയൊരു കാര്യം തന്നെ. അല്ല, ഇത് ഈ സംഭവം മാനേജ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ മാർക്ക് പറയും വരി പോയല്ലോ. മാർക്ക് ഒരു 0.5 ചിലപ്പോൾ കുറയായിരിക്കും, അത്രേ ഉള്ളൂ. കാരണം സ്മാർട്ടായിട്ട് മാനേജ് ചെയ്തു. പിന്നെ വേറെ ഒന്നും എഴുതിയിട്ടില്ല. നല്ല രസം ഉണ്ടായിരുന്നേ. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക ചേച്ചി. നല്ല സോങ് സെലക്ഷൻ, നന്നായി പാടും ചെയ്തു. നല്ല ഒരു ഒന്നാമതൊരു ഭയങ്കര ഓളം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണിത്. ഭയങ്കര രസമുള്ള പാട്ടാണ്. അത് നല്ല സെലക്ഷൻ മോള്. നല്ല ഡ്രസ്സ്. ഹായ് നല്ല ഭംഗിയുണ്ട്. ഇതിനു വേണ്ടി ചെയ്തതാണോ? അല്ല, ഇത് അമ്മ വാങ്ങിച്ചതാണ്. അമ്മ വാങ്ങിച്ചു തന്നാണ്. അമ്മയുടെ സെലക്ഷൻ നല്ല സെലക്ഷൻ. അമ്മ തന്നെ നല്ല സെലക്റ്റീവ് ആണ് എല്ലാ കാര്യത്തിലും. ആണോ? എന്തായാലും അമ്മയുടെ സെലക്ഷൻ കൊള്ളാം, അടിപൊളി. പിന്നെ അതിലെ ക്യൂട്ടായിരുന്നു മൂമെന്റ്സ് ഒക്കെ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. ചിരിച്ച് പാടി ഹാപ്പിനെസ് ഫീൽ ചെയ്യായിരുന്നു പാടുമ്പോ. ഞാൻ ഇന്ന് ജഡ്ജസിനെ നോക്കിയിട്ടില്ല. നോക്കരുത്, ഞങ്ങള് നോക്കരുത്. കുട്ടൻസ് കിട്ടി.
അത് നന്നായി പാടി. പക്ഷെ ഞങ്ങൾ നോക്കാഞ്ഞോണ്ടാണോ ഞാൻ നാനയാക്കിയത്? അല്ല അത് കൊഞ്ഞനും കുത്തിയതാണോ? അല്ല അതെന്താ അറിയോ, ഞാൻ ആദ്യം കൊടുത്തത് ഇതിന്റെ വേറൊരു വേർഷൻ ആയിരുന്നു. അതില് ഈ ചരണം ഇല്ല. അപ്പൊ വളരെ റീസെന്റ് ആണ് ഈ ലിറിക്സ് കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഇങ്ങനെ അതിന്റെ മരത്തിൽ മാത്രം ഉണ്ടായിരുന്നു. അല്ല, ദിസ് ഇസ് എ ഡ്യൂറ്റ്. അപ്പം ഈ ഡ്യൂറ്റ് ഒന്നാമത് ഇത്രയും, എന്റെ അമ്മോ, ഞാനിത് നോക്കിയപ്പോ കണ്ട് ദൈവമേ, 1 2 3 ഒക്കെ ഓരോ വരികളുണ്ട്. ഇതെങ്ങനെ പാടും? നമുക്ക് ഈ ഭാഷ ഈസി അല്ലാത്ത ആൾക്കാർക്ക് ഇത്രയും വരികൾ പാടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഹിന്ദി, ഇപ്പം ഞാൻ ഹിന്ദി പാടുന്നത് കൊണ്ട് ഹിന്ദി അല്ല എന്താ ഈസി ആയിട്ട് പാടിക്കൂടെ എന്ന് പറയുമ്പോൾ അതറിയാത്ത ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് മോൾ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടാവുന്നുള്ളത് എനിക്കത് മനസ്സിലാക്കാം. പിന്നെ യശ് ബ്രോ, പിന്നെ സ്നേഹ, ഇവരൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തു. എന്താണ് മീനിങ് ഒക്കെ പറഞ്ഞുതരാൻ. യശാണോ നാനാ പറഞ്ഞു കൊടുത്തത്? അതല്ല കേട്ടോ, അതെന്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക്. പക്ഷെ ആ നാനാ രസം ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. 2 വരിയായിരുന്നെങ്കിൽ ഞാനും ചിലപ്പോൾ അത് മറന്നേനെ. പക്ഷെ 2 3 4 വരി അതേപോലെ നാനാ പോയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. എവിടെന്നാ പോയതൊരു കണക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ മെയിൽ പോർഷൻ അങ്ങോട്ട് തുടങ്ങി. അല്ല, പക്ഷെ ബാക്കി മോളത് കറക്റ്റായിട്ട് 4 കാലിൽ വീണു എന്നുള്ളത്. അതിനുശേഷം അതൊരു നമുക്ക് ആർക്കും ഇത് മനസ്സിലാക്കിക്കാത്ത വിധത്തിൽ അങ്ങ് കൊണ്ടുപോയി പാട്ട്. അത് വെരി ഗുഡ് കേട്ടോ. അത് പ്രസൻസ് ഓഫ് മൈൻഡാണ്. മറന്നു പോകാൻ അതൊക്കെ സാധ്യതകൾ ഉള്ളതാണ്. ബട്ട് യു ഹാൻഡിൽഡ് ഇറ്റ് വെരി ഗുഡ്. എനിക്ക് ടോട്ടലി മോൾ പാടിയത് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ശിവാനി സാർ. നന്നായിരുന്നു ശിവാനി. താങ്ക് യു സാർ. കാര്യം ഇതൊരു ഗുംപാട്ടാണ്. ഏത് വേദികളിലും ഇത് തകർത്ത് പാരും ഈ ഒരു പാട്ട്. അങ്ങനെ ഒരു ഐറ്റമാണ് ഈ ഒരു പാട്ട്. പക്ഷെ എനിക്ക് ശിവാനിയേക്കാൾ മുമ്പ് പറയേണ്ടത് നമ്മുടെ കോറസാണ്. കോറസ് വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. പിന്നെ ഈ പല്ലവിയുടെ സെക്കൻഡ് ഹാഫ് രണ്ടാമത് വന്നാണ് നോട്ട്സിന് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, ഒരുമാതിരി മണമണാന്നിരുന്നത്. പിന്നെ ശരിയായത് കേട്ടോ. അത് എപ്പോഴും ശരിയായിരിക്കണം പാടുമ്പോൾ. അതൊരു അങ്ങനെ ഒരു വലിയ കഷ്ടപ്പാടുള്ള ഏരിയയും അല്ല അത്. അപ്പം അത് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഡിക്ഷൻ്റെ കാര്യമൊക്കെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നന്നായിരുന്നു. അത്രേ ഉള്ളൂ. ഓടിപ്പൊക്കോ. അതുപോലെ വേഷവും നന്നായിട്ടുണ്ട്. ബഹുത്ത് അച്ഛ അമ്മ. ഓക്കെ ശിവാനി ചേച്ചി, മാർക്സ് ചോദിക്കാം. ചേച്ചി. ശിവാനി കുട്ടിക്കുന്ന 8.4. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ശരത് സർ. ശിവാനി 8.3. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 16.7. താങ്ക് യു ചേച്ചി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഷാനിക്ക. എന്തോ? ശരത് സർ, ചേച്ചി, അടുത്ത സോങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു സൂപ്പർ ഗെയിമിലേക്ക് പോയാലോ? സൂപ്പർ ബോയ്സിന്റെ ഒരു ആവേശം നോക്ക്, ഫസ്റ്റ് ഗെയിം ജയിച്ചതുകൊണ്ട്. അപ്പൊ നമുക്ക് ക്യാപ്റ്റൻസിനെ വെൽക്കം ചെയ്യാം. യശ് ആൻഡ് അർച്ചന. പാറു, എനിക്കൊരു സംശയമുണ്ട്. ഈ ക്യാപ്റ്റൻസ് ത്രൂ ഔട്ട് ഇവർ തന്നെ ആയിരിക്കും, അത് ഓരോ ഷെഡ്യൂളിൽ മാറുമോ എന്നുള്ളതിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അവരെ കൊള്ളത്തില്ലെന്ന് തോന്നി. കാരണം അവര് എലിമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമുക്ക് മാറ്റിയെടുക്കാം. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം നമുക്ക്. അപ്പൊ നമുക്ക് സൂപ്പർ ഗെയിമിലേക്ക് പോവാം. ഗെയിം എന്താന്ന് പറയാം, സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ഗെയിമാണ്. നമ്മുടെ ലാസ്റ്റ് ഗെയിമിൽ എങ്ങനെയായിരുന്നു? സംഗീത പ്രതിഭകളുടെ ഒറിജിനൽ നെയിം നമ്മൾ പറഞ്ഞു, അവരറിയപ്പെടുന്ന പേരുകളായിരുന്നു ഐഡന്റിഫൈ ചെയ്തത്. പക്ഷെ ഇത്തവണ സംഗീത പ്രതിഭകളുടെ ഫോട്ടോ ആയിരിക്കും കാണിക്കാം. ഓക്കെ, അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാം ആരാണെന്ന്. പാട്ട് മാത്രം പാടിയിട്ട് കാര്യമില്ലല്ലോ, പാട്ട് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ നമുക്ക് അറിയണ്ടേ, കണ്ടുപിടിക്കണ്ടേ. നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? സൂപ്പർ ബോയ്സ് റെഡി? സൂപ്പർ ഗേൾസ് റെഡി? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫോട്ടോ ദക്ഷിണമൂർത്തി സർ. യെസ്, വെരി ഗുഡ്. യെസ്, ചാടി നിക്ക്. തല മുട്ടും. അപ്പൊ പോയിന്റ് സൂപ്പർ ഗേൾസ് ടീം കൊണ്ടുപോയിരിക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് ഫോട്ടോ. കൈ പൊക്കണേ, അറിയുമെങ്കിൽ കൈ. മുഹമ്മദ് റഫീ സർ. അതൊക്കെ കാണുമ്പോ തന്നെ എന്തൊരു സന്തോഷം. അർച്ചന ഇങ്ങനെ നോക്കി, ഇങ്ങേറെ ഞാൻ എവിടെയോ അംബേദ്കർ സാർ. റാഫി സാർ ഇതാരാണ്? അടുത്ത ഇതാരാണ്? അജൽ പറയും. അവൻ മാത്രം പറയണം. പോയി. ഭാസ്കരൻ. അതന്നെ, ഭാസ്കരൻ മാഷ്.
അപ്പൊ ഗേൾസിന് 1 പോയിന്റ് കിട്ടി, ബോയ്സിന്റെ 1/2 മാർക്ക് പോയി. ഓക്കെ, ഇനി ഫോർത്ത് ഫോട്ടോ. ആഹാ, ആഹാ. ഗോവിന്ദ്. ആ ഓക്കെ. ഗോവിന്ദന് ഉടുപ്പം എം ജി രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പൊ ബോയ്സിന് 1.5. ഇനി നെക്സ്റ്റ് ഫോട്ടോ. അതന്നെ സുശീലാമ്മ. പറഞ്ഞു. സ്ത്രീകൾ കൈക്കലാക്കിയിരിക്കുന്നു. ക്യാപ്റ്റൻ കൊണ്ട് ഇപ്പൊ പിന്നെ പോയിന്റ് നില എന്താണ് പാറു? ഗേൾസ് 3 പോയിന്റ്, ബോയ്സ് 1.5. വെരി ബാഡ്. നെക്സ്റ്റ് ഫോട്ടോ. നോക്കി നിക്ക്. അയ്യോ, നിങ്ങൾ ആൻസർ പറയാതെ അവിടെ നിന്ന് ഒരാൾ ഗേൾസ് ടീമിന്റെ എണീറ്റു. ഓക്കെ, പറഞ്ഞോ. കൊടു. പൂവച്ചൽ ഖാദർ സാർ. Beautiful. Fantastic. അത് കലക്കി. ബോയ്സ് സ്നേഹ ഗുഡ്. സൂപ്പർ. ചേച്ചി ഇപ്പൊ 5 പോയിന്റ്സ്. പെണ്ണുങ്ങൾ Girls തകർത്ത് 4 points. കയറാ. ഓക്കെ, 4 പോയിന്റ്. ഗേൾസ് 4 പോയിന്റ്സ്, Boys 1.5. ഓക്കെ. നെക്സ്റ്റ് ഫോട്ടോ. ആഹാ, ആഹാ. ആ യശ് കൈവക്കി. കിഷോർ കുമാർ. ഓക്കേ. ഓക്കെ, പറ. കിഷോർ കുമാർ. കറക്റ്റ്, Okay. 2.5 മാർക്ക്. ഓക്കെ, ബോയ്സ് ടീം 2.5 മാർക്ക് ആയിരിക്കാണ്. ആഞ്ഞു പിടിച്ചോ. യശ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നെക്സ്റ്റ്. കഴിഞ്ഞു. ആഹാ. ആ ഓക്കെ. അർജുന മാഷ്. ഓക്കേ. ഓക്കെ, കം ഓൺ. ബോയ്സ് വന്നോണ്ടിരിക്കുന്നു. പിടിച്ച് കേറുന്നുണ്ട്. കേറുന്നു. ചേച്ചി എത്രയായി? 3.5. ഗേൾസിന് 4. റെഡി. നെക്സ്റ്റ് ഫോട്ടോ. ആഹാ, ആഹാ. ഹായ് സിനി. ബാബുക്ക. വണ്ടർഫുൾ. പായസ് ഇങ്ങനെ അവന്റെ വായുവിന്റെ കാര്യമൊക്കെ അവൻ മറന്നു. ചിലപ്പോ ആ വായു കാരണമായിരിക്കും പൊങ്ങിയത്. 0.5 മാർക്കിൽ ബോയ്സ് ടീം വീണ്ടും കേറിയിരിക്കുകയാണ്. വെരി ഗുഡ്. സൂപ്പർ ട്ടോ. Very good, very good. അടിപൊളി. ഓ, ഇനി ലാസ്റ്റ് വൺ ആണ്. അതെ. യശേ. ലാസ്റ്റ് ഓക്കെ, വൺ. ഇരിക്ക്. ഇവരെപ്പോഴും ഇങ്ങനെ വരും. വിദ്യാധരൻ മാസ്റ്റർ. ക്യാപ്റ്റൻ പറഞ്ഞു. അത് ക്യാപ്റ്റൻ പറഞ്ഞു. അപ്പൊ 5 പോയിന്റോട് കൂടി നമ്മുടെ സ്ത്രീകൾ ജയിച്ചിരിക്കുന്നു. അപ്പോ സൂപ്പർ ഗെയിംസിലെ സെക്കൻഡ് ഗെയിമിലെ നമ്മുടെ സൂപ്പർ ഗേൾസ് ടീമാണ് ജയിച്ചിരിക്കുന്നത്. Congrats. എന്തായാലും അടിപൊളി, എല്ലാരും നന്നായിട്ട്. അല്ല, എല്ലാവരും ചെയ്തു. തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ സംഗീത പ്രതിഭകളെ ഐഡന്റിഫൈ ചെയ്ത് ഈ ഒരു ഗെയിമിൽ ജയിച്ചിരിക്കുന്ന ഗേൾസ് ടീമിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അടിപൊളി. ഞങ്ങൾ ഇന്നലെ ജയിച്ചതിന് അത് തരും. എടാ, മിണ്ടാണ്ടിരിക്കടാ. ഞാൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങക്ക് ഗിഫ്റ്റ് തരാതിരിക്കോ? അതാണ്. പിന്നെ കാണാൻ തരും. ഗിഫ്റ്റ് പോരട്ടെ. അപ്പോ സൂപ്പർ ഗേൾസ് ടീമിന്റെ ഗിഫ്റ്റ് എത്തിയിരിക്കുകയാണ്. ഷാനിക്ക, ശരത് സർ, മഞ്ജരി ചേച്ചി, എനിക്ക് തോന്നുന്നു ബോയ്സ് ടീമിന്റെ ക്യാപ്റ്റൻ തന്നെ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കട്ടെ. അത് വിഷമത്തോടെ അത് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. യെസ്. യശന്റെ മനസ്സിൽ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടിക്കുന്ന ഗിഫ്റ്റ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ഗേൾസ് ടീം. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. ഓക്കെ, അപ്പൊ സൂപ്പർ ഗെയിം ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബാക്ക് ടു കോമ്പറ്റീഷൻ. പ്ലീസ്. ഒരു സൂപ്പർ മെലഡി റൗണ്ടിലേക്ക് പോവാം. പാടാൻ വരുന്നു അശ്വിൻ. വന്ന് പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ ആകാശം താഴുന്നു നീഹാരം തൂവുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ
അകലുന്നു. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. തിരുനടയിൽ ഈ വഴിയരികിൽ ഈ തിരുനടയിൽ പൊന്നിൻ മുകിൽ തരും ഇളം നിറം വാരിച്ചോടി മഞ്ഞിൻ തുകിൽ പടം ഇടും സുമതടങ്ങൾ പോകി മരന്ത കണങ്ങൾ ഒഴുക്കി മനസ്സിൽ കുറിച്ചു തരുന്നു നിൻ സംഗീതം. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. തേൻ കനിനിരകൾ തേനിതളണികൾ തേൻ കനിനിരകൾ തേനിതളണികൾ തെന്നൽ നറും നറും മലർ മണം എങ്ങും വീശി കാതിൽ കളം കളം കുളിർ മൃദുസ്വരങ്ങൾ മൂളി അനന്തപഥങ്ങൾ കടന്നു അണഞ്ഞു പറഞ്ഞു തരുന്നു നിൻ കിന്നാരം. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ആകാശം താഴുന്നു നീഹാരം തൂവുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. അശ്വിൻ, ഫാസ്റ്റ് ബീറ്റ് റൗണ്ട് ഒക്കെ തകർത്തു പോയി. ഇപ്പതാ മെലഡി അതും തകർത്തു. ശരത് സർ ദേ സാറിന്റെ പോലത്തെ അതാ ഞാൻ ഇവിടെ നീ മറിച്ച് ഞാനതാ ആലോചിച്ചത്. ഞാൻ സാറിനോട് ചോദിച്ചു, ഞാൻ സാറിനോട് ചോദിച്ചു, സാർ അതേ വാച്ച് ഇത് എങ്ങനെയാ അവിടെ എത്തിയത്? നമുക്ക് തോന്നിയത് പിന്നെ പാർവതി ചിലപ്പോൾ മറിച്ച് വിറ്റിട്ടുണ്ടാവുന്ന. ഒരിക്കലുമില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ചെയ്യോ ഷാനിക്ക? ഞാൻ അങ്ങനെ ചെയ്യോ? ഇല്ല ഇല്ല മാഡം, നീ അങ്ങനെ ചെയ്യില്ല. അതാണ്. പാട്ട് എങ്ങനെ ഉണ്ടായി ചോദിക്കാം ചേച്ചി. അശ്വിൻ, എന്ത് മനോഹരമായ പാട്ടാ കൊണ്ടുവന്ന്. ആരുടെ സെലക്ഷനാ ഇത്? അച്ഛന്റെ സെലക്ഷൻ. അച്ഛന്റെ സെലക്ഷൻ. അച്ഛന്റെ സെലക്ഷൻ ആണ് ഈ വാച്ചും. അതെ, അച്ഛന്റെ സെലക്ഷൻ ആണ് ഈ മോനും. അതങ്ങനെ പറയാൻ പറ്റില്ല. കൊറേ എണ്ണത്തിന് നിർത്തിയിട്ട് എനിക്ക് ഇത് മതി അങ്ങനെ സെലക്ട് ചെയ്യുന്നല്ലോ. ഇറ്റ്സ് ഹാപ്പനിങ് റൈറ്റ്. ഒരു ഓളത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഓളമെന്ന് വിചാരിച്ചു. അച്ഛന്റെ സെലക്ഷൻ ആണോ ഈ ഷർട്ട്, അതെ, പാന്റ്, ഷൂസ്? പിന്നെ ബാക്കിയോട് ചോദിക്കു പാറു. എന്തായാലും മോനെ സൂപ്പറായിരുന്നു. അച്ഛന്റെ സെലക്ഷൻ ഒക്കെ കൊള്ളാം. അതെ അശ്വിൻ, ഞാന് കഴിഞ്ഞ എപ്പിസോഡിൽ അശ്വിൻ പാടിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു.
എന്തോ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്തായിരുന്നു അത്? ചെയ്യാത്തൊരു കാര്യം എന്താ? ശരിയാണോ? ആ, അതുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ ആ കുട്ടി ചിരിച്ച് പാടുന്നുണ്ടായിരുന്നു പാട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായി പാടുകയും ചെയ്തു. ഇത് എക്കാലത്തും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മെലഡീസിലുള്ള, കേൾക്കാൻ ആഗ്രഹിക്കുന്ന മെലഡീസിലുള്ള ഒരു പാട്ടാണിത്. അപ്പോൾ അത് നല്ല സെലക്ഷൻ, നന്നായി പാടുകയും ചെയ്തു. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആരാണ് ഇതിന്റെ ക്രിയേറ്റേഴ്സ്? ഇത് മൂവി താളവട്ടം, യെസ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജമണി സാറാണ്. പിന്നെ ലിറിക്സ് പൂവച്ചൽ ഖാദർ സാറാണ്. പാടിയിരിക്കുന്നത് ദാസ് സാർ. ഓക്കെ. ഇതെന്തുകൊണ്ടാണ് ഇതില് 2 മ്യൂസിക് ഡയറക്ടർ എന്ന് എഴുതിയിരിക്കുന്നത്? അതിൻ്റെ അത് രണ്ടുപേരും രഘുകുമാർ സാറും രാജമണി സാറും അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് ആരാണ് ഇന്ന പാട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് നന്നായത്. ഇനി ചോദിക്കാനും പറ്റത്തില്ല. രണ്ടുപേരും ഇപ്പം ഇല്ല നമ്മുടെ കൂടെ. രണ്ടുപേരും കൂടാണ് ചെയ്തത് കേട്ടോ. ഓക്കെ സാർ. കാര്യം മണിയേട്ടനാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. കാര്യം ഈ രണ്ടുപേരെ എനിക്ക് വളരെ ക്ലോസ് ടു മൈ ഹാർട്ട് അറിയാവുന്നതാണ്. ഞാൻ രാജമണി ചേട്ടൻ്റെ അച്ഛൻ്റെ അടുത്താണ് പാട്ട് പഠിച്ചത്. ഞാൻ ആ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പം മണിച്ചേട്ടനെ അറിയാം, അതുപോലെ രഘുചേട്ടനും. രണ്ടുപേരും 2 സ്വീറ്റ് ഹാർട്ടുകളാണ്. രണ്ടുപേരും 8 അടി അങ്ങാണ്ടുണ്ട് ഹൈറ്റ്. ഓ, അതെ. ആ, രണ്ടുപേരും നല്ല നീളമാണ്. ഒന്നുമല്ല അവരുടെ മുമ്പിൽ. പിന്നെ മോനെ, ഈ പാട്ട് കൊണ്ടുവന്നതിൽ, ഈ ഇത്തരത്തിലൊരു മെലഡി കൊണ്ടുവന്നതിൽ വെരി 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 ഗുഡ്. വലിയൊരു കയ്യടി. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ട് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ഇമ്പ്രൂവ്മെന്റ്, കഴിഞ്ഞതിനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. ഗോഡ് ബ്ലെസ് യു. സൂപ്പർ. താങ്ക് യു ചേച്ചി. ശരത് സർ. അശ്വിൻ മനോഹരമായിട്ട് പാടി. അശ്വിൻ താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ. നല്ല പാട്ടും അതുപോലെ തന്നെ അശ്വിൻ ഉഗ്രമായിട്ട് പാടി. പല ഏരിയയും നമുക്ക് എന്താ പറയുക, വളരെ സുഖം തോന്നി പാടിയത് കേട്ട്. പിന്നെ ചിരിക്കുകയും ചെയ്യും. അത്ഭുതം. നാളെ മഴ പെയ്യും. അല്ല, ഇനി ചിരിച്ചോണം കേട്ടോ. നമ്മൾ ചിരി കാര്യം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ചിരി ഉണ്ടാവട്ടെ എപ്പോഴും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ രാജാമണിച്ചേട്ടൻ്റെ ഒക്കെ വേറെ പാട്ടറിയാമോ? അറിയില്ല സർ. രഘുചേട്ടൻ്റെത് ഇല്ല. നോക്കണം കേട്ടോ. നല്ല കുറേ ഇഷ്ടംപോലെ മെലഡീസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അത് നോക്കണം. ഓക്കെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതതിൻ്റെ എക്സ്പെർട്ടായിരുന്നു. ജോൺ ചേട്ടൻ്റെയൊക്കെ മെയിൻ കണ്ടക്ടറായിരുന്നു രാജാമണിച്ചേട്ടൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ക്ഷണക്കത്ത് ചെയ്തിട്ട് സല്ലാപം കവിത എന്നുള്ള പാട്ട് മണിച്ചേട്ടനെ കൊണ്ട് കേൾപ്പിക്കാനായിട്ട്, മ്യൂസിക് ഡയറക്ടറല്ലേ. അപ്പോൾ അതിലെ ഒരു ചെല്ലോ പാട്ട് തിരിച്ചും റിവ്യൂ ഇടാ മോനെ, അസാധ്യടാ എന്ന് പറഞ്ഞ് എനിക്ക് രാജാമണിച്ചേട്ടൻ ഒരു ഉമ്മ തന്നു. അപ്പോഴാണ് ചെറിയ തോതിൽ ഒന്ന് ചിരിച്ചത്. ആ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കും. ചിരിച്ചത് രാജാമണി. അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. പിന്നെ അർദ്ധരാത്രിക്ക് ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു, രാജാമണിച്ചേട്ടൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ എപ്പോഴും ഒരു 8 തൊട്ട് 9 മണി വരെ കറണ്ട് പോകുമായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ ഹാർമോണി വെച്ച് പാട്ടാണ് പാടി കറണ്ട് വരുത്തും. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ നോക്കുക. ഓരോരുത്തരെ കുറിച്ച് നമ്മൾ പഠിക്കുക. അവരവരൊക്കെ ഇഷ്ടംപോലെ നല്ല പാട്ട് ചെയ്തിട്ടുള്ളവർ. എന്തെങ്കിലും അശ്വിൻ അതിമനോഹരമായിട്ട് പാടി. അശ്വിൻ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അശ്വിൻ സർ അടിപൊളിയായിരുന്നു. അശ്വിൻ താങ്ക് യു. ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ മഞ്ജരി പറഞ്ഞ പോലെ ചിരിച്ച് പാടി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം. ഞാൻ പറയാം, ഓരോ പാട്ടിനും അതിൻ്റെതായിട്ട് ഒരു ക്യാരക്ടറുണ്ട്. അത് ചിരിച്ച് നമ്മൾ ചിലപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഒരു സിംഗറോട് ചിരിച്ച് പാടാൻ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്ത് ചിരിച്ച് പാടാൻ പറയാം, എന്താ ചിരിച്ച് പാടുമ്പോൾ എന്താ അത് അതിന് മുന്നേ ഒരുപാട് തവണ പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ ആ പാട്ടിൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് മാറും. അശ്വിൻ അതുകൊണ്ടാണ് ഈ പറയണേ. അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പാട്ട്. പിന്നെ ശരത്തേട്ടൻ ഇവിടെ ഇരുന്നിട്ട് ഈ ജഡ്ജ്മെൻറ്റ് പറയുമ്പോഴുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെമ്മറി ആണ് ഷെയർ ചെയ്യുന്നത്. അത് ഒരു ഭയങ്കര പാട്ട് എന്നുള്ളത് ഓക്കെ, പാട്ടിനെ പറ്റിയിട്ടും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം രഘുകുമാർ സാർ, രാജാമണി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ ഉണ്ടായിട്ടുള്ള മൊമെൻറ്റ്സ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് ഭയങ്കര നമുക്കൊരു ഭയങ്കര വാംത്ത് തരുന്നൊരു കാര്യമാണ്. അപ്പം അത്രേ പറയാനുള്ളൂ. നന്നായിട്ട് തന്നെ പാടി, നല്ല ഫീലോട് കൂടി തന്നെ പാടി. വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ് അങ്ങനെ പറയാം. താങ്ക് യു ഷാനിക്ക. ഓക്കെ, നല്ല കമന്റ്സ് അല്ലേ? മാർക്സ് ചോദിക്കാം ചേച്ചി. അശ്വിൻ ഇത്രയും നന്നായി പാടിയത് കൊണ്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിരിക്കണം എന്ന് പറഞ്ഞ ആ കാര്യം കറക്റ്റ് ചെയ്തത് കൊണ്ടും 9.3. താങ്ക് യു ചേച്ചി. ശരത് സർ. അശ്വിനെ മഞ്ജരി പറഞ്ഞത് മാത്രം ചെയ്തതുകൊണ്ട് 8.9. താങ്ക് യു ശരത് സർ. ഷാനിക്ക.
ഓക്കെ സോ ടോട്ടൽ 18.2. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Ni pa magas